ഇവിടെയൊന്നും സർവൈലൻസ് ക്യാമറ ഇല്ലെന്ന പോലീസ് പറയണത്. എന്തായാലും സ്പോട്ടൊന്ന് അരിച്ചു പറക്കണം. ഫോട്ടോ അരിച്ചു പറക്കണമെന്നോ? സ്പോട്ട് നമുക്കൊരു ഡമ്മി ഇട്ട് നോക്കിയാലോ ബോസ്? സംസാരിക്കരുത്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത് പ്ലീസ്. കക്കൂസി പോണോ? കഷ്ടം. ഹായ് തേൻമുട്ടായി. അന്ന് രാത്രി നല്ല മഴയായിരുന്നു സാറേ. കടകളൊക്കെ നേരത്തെ അടച്ചു. ഈ അപകടം ആരും കണ്ടിട്ടില്ല. പോലീസ് പലതവണ ഇവിടെ വന്ന് എല്ലാരോടും ചോദിച്ചു. ഞാൻ എവിടെ പോവാനാ സാറേ? 10-20 വർഷമായിട്ട് ഞാൻ ഇവിടെ തന്നെയാ. ഒരു കണക്കിന് പട്ടയൊക്കെ ഒപ്പിച്ചത്. എന്റെ പൊന്നു ചേട്ടാ, പോകാനല്ല, ബാക്കി ഇപ്പൊ വരും മേറ്റി. ഈ പോലീസ് ചോദിക്കുന്ന പോലെയല്ല, ഞങ്ങൾ ഇൻഷുറൻസുകാർ ചോദിക്കും. ഞങ്ങൾക്ക് വിവരം തരുന്നവർക്ക് പ്രയോജനം ഉണ്ടാവും. പിന്നെ വിവരം തരുന്നവരുടെ പേര് വിവരം ഒന്നും പുറത്തു പറയില്ല. അപ്പൊ നിങ്ങൾ ഇൻഷുറൻസ് ഈ പൊട്ട വിശ്വസിച്ചു ബട്ടൻ. അപ്പൊ നിങ്ങൾ ഇൻഷുറൻസ് അല്ലേ? അതെ, ഒരു പോളിസി എടുക്കും. അതായത് ഇവിടെ നടന്ന പോലത്തെ ഒരു ആക്സിഡന്റ് ചേട്ടൻ തട്ടിപ്പോയാൽ ഇത് ചേട്ടന്റെ ഭാര്യയല്ലേ? ചേച്ചിക്ക് എത്ര ലക്ഷം രൂപ കിട്ടും അറിയൂ? ഒന്ന് പോടാ അവിടുന്ന്. മറ്റടുത്ത വർത്തമാനം പറയാല്ല ചേട്ടാ. പോളിസി എടുത്തു കഴിഞ്ഞാലേ എനിക്ക് എപ്പോഴാ നല്ല കാലം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ചത്തിട്ട് വേണം നിനക്ക് നല്ല കാലം പറയാം. അയ്യാ, ജീവനോട് ഇരിക്കുമ്പോഴേ താൻ എനിക്ക് എന്തോരം ഉണ്ടാക്കി തന്നത്? ഈ ഉണക്ക ചായക്കടയിലോട് ഉണ്ടാക്കി തന്നത്? ഈ ഉണക്ക ചായക്കട വെച്ചിട്ട് 20 വർഷമായിട്ട് ആദ്യമായിട്ട് ഒരു അടി കാണുന്നു. സാധാരണ കൊള്ളാറില്ലേ? അല്ല, കൊള്ളാത്ത അടിയായിരുന്നല്ലേ, പങ്കെടുക്കാൻ പറ്റില്ല. ഞാൻ കണ്ടത് അയാളെ വണ്ടിടിക്കുന്നു. ഇൻഫർമേഷൻ എന്താ ക്യാഷ് ഇടുന്നല്ലോ? എന്താ ഡീല്? 50,000. ഞാനും കിട്ടുന്ന വണ്ടി ഇടിക്കുന്നേ, എനിക്ക് കാശാ. എന്റെ കുഞ്ഞു പയ്യൻ ചുമ തന്നോളാ. ആ സമയത്ത് ഞാൻ മാത്രമേ സീനുണ്ടായിരുന്നുള്ളൂ. ഒരു പറ്റൂലില്ലായിരുന്നു അവിടെ. ആഹാ, ഇയാള് സീനിൽ എവിടെയായിരുന്നു? ഞാൻ അവിടെ ഷിറ്റടിക്കുമായിരുന്നു. ലോറി നമ്പർ തന്നെ ഉണ്ട്. കാശെടു. അഡ്വാൻസ് 2,000. തരുന്ന ഡീറ്റെയിൽസ് പക്കയാണെങ്കിൽ ബാക്കി കാശ് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വാങ്ങിച്ചോളണം. ഒരാഴ്ച കഴിഞ്ഞ്. കാർഡ് ഫുള്ളായിപ്പാണല്ലേ? അല്ല ബായ്, ബായ് തരുന്ന ഈ ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യാതെ കമ്പനി കാശ് പാസ്സാക്കൂല. അതിനെ പോക്കാനുള്ള വകുപ്പൊക്കെ എനിക്കറിയാം. വണ്ടി നമ്പര്. പിന്നെ ആളെ എനിക്കറിയാം. അത് കാശിട്ടിട്ട് പറയാം. ഫുൾ ക്യാഷ് കേട്ടാ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ കേട്ടാ. അവൻ മണ്ടനാട്ടോ. വക്കീല് പറഞ്ഞേക്കാൻ അവൻ വിശ്വസിച്ചു. എന്തായാലും ഇൻവെസ്റ്റിഗേഷൻ സക്സസ്ഫുൾ. ആ പുള്ളി വിജയിച്ചല്ലോ. എന്തായാലും വണ്ടി നമ്പർ കിട്ടിയില്ലേ? എന്താ വക്കീല് ഇത്? അവൻ പറഞ്ഞത് മുഴുവൻ. അല്ലല്ല, ഞാൻ അവന്റെ കൃഷ്ണമണി ശ്രദ്ധിച്ചായിരുന്നു. അതിടത്തോട്ടാ പോയെ. അപ്പൊ സത്യമാണ്. ഈ കൃഷ്ണമണി പോയത് ശരിയാ, പക്ഷെ താൻ ശ്രദ്ധിച്ചോ? അവൻ ലെഫ്റ്റ് ഹാൻഡറാ. ഈ റൈറ്റ് ഹാൻഡേഴ്സ് സത്യം പറയുമ്പോ കൃഷ്ണമണി ലെഫ്റ്റിലേക്ക് പോകും. ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സ് സത്യം പറയുമ്പോ കൃഷ്ണമണി റൈറ്റിലേക്ക് പോകും. ലെഫ്റ്റ് ഹാൻഡർ ഇവന്റെ കൃഷ്ണമണി ലെഫ്റ്റിലേക്കാ പോയത്. സോ ഹി വാസ് ലൈങ്. അപ്പം നമ്മൾ ഇവന് ഈ സംഭവമായിട്ട് എന്തോ ബന്ധമുണ്ട്. നീ ഇവനെ ഫോളോ ചെയ്യണം. എന്നിട്ട് അപ്പുള്ള എല്ലാ കാര്യങ്ങള് എനിക്ക് ഫോണിലൂടെ പറഞ്ഞു തരണം. ദൈവമേ കാത്തോളനെ. വക്കീലെ, ഇപ്പോൾ മുതൽ അവൻ എന്റെ നിരീക്ഷണത്തിലാണ്. ഞാൻ അവനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഇപ്പൊ കണ്ടേ ബോസ്, ഇപ്പൊ ഞാൻ ഒളിവിലാണ്. ഹലോ സാറേ, ഒമർ ഒരു മണ്ടന്മാരാണ്. ഹലോ
ബോസ്, അവൻ ആരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ റോഡിൽ വെച്ചോ? അയ്യോ വക്കീലെ, അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ഒറ്റക്കല്ല സാറേ, കൂടുതൽ കുള്ളനുണ്ട്. താൻ അവന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് ഓട്. തട്ടിപ്പറയുന്നൊക്കെ ഞാൻ റിട്ടേൺ ചെയ്താ. ഈടോ തട്ടിപ്പറിച്ച് ഓടണോ? എമൗണ്ട് കുറക്കാൻ പറ്റില്ല സാറേ. പിന്നെ സാറേ വക്കീലെ, തട്ടിപ്പറിച്ചു. ഗുഡ്. വേണമെന്നോ? പിടി കൊടുക്കരുത്. കൊടുക്കില്ല. വക്കീൽ ഇപ്പൊ എവിടെയാ? ഞാൻ പാരലായിട്ട് ഓടുകയാണ്. പാരയായിട്ട് ഓടുവന്നു. എന്തിനാ ഫോൺ തട്ടിപ്പറിച്ചോണ്ട് ഓടുന്നത്? ഹലോ, ഇവരുടെ പെട്രോൾ അടിച്ച് ഓടുവാണോ? ഇല്ലല്ലോ. സോറി മക്കളെ, ഞാനിതെടുത്തേ. ഇല്ലെങ്കിൽ കൂടെ എത്താൻ പറ്റില്ല. താങ്ക് യു ബ്രദർ, ഒന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പോട്ടെ. ഓടണോ? ഓടിക്കൊണ്ടിരിക്കുക വക്കീലെ. ഫോൺ മോഷ്ടാക്കൾ അവന്മാരുടെ പുറകെ എനിക്ക് ബാലൻസ് കിട്ടൂല. ഞാൻ പിടിവിട്ടേ, എനിക്ക് പിന്നെ ബാലൻസേ ഉണ്ടാവില്ല. ഇതേത് റൂട്ട് ഒരു പരിചയമില്ലല്ലോ. നിങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ? ഒന്ന് പിടിച്ചു നിർത്താം. വണ്ടി മാറിപ്പോ, മാറിപ്പോ. ഇതെന്താ ശൂന്യാകാശത്തിലെത്തിയോ? ഇതെവിടെ? ഡ്രൈവർ, വണ്ടി തലകുത്തി ഓടിക്കണം, നേരെ ഓടിക്കണം. ഇതെവിടുന്ന് കൊത്തിക്കൊണ്ടിട്ട് ചാവാൻ ഇറങ്ങിക്കണം. അവിടെ ഇവിടെ നിൽക്കട്ടെ. ഓർഡറോ? മുമ്പിലേക്ക്. ഇയാളെവിടെ? എന്റെ പുറകെയോ? എവിടെ? ഇവിടെ മതിലിന്റെ വഴിയല്ല. തിരിച്ചു വാ. തിരിച്ചു വരാൻ പറ്റില്ല. എന്ന് ഓടിയോ? ഞാനിപ്പോ ഇപ്പുറത്തിട്ട് എറി ഫോണ് ഇപ്പുറത്തേക്ക് എറി. മതിലിന്റെ ഇപ്പുറത്തേക്ക്. പിടിച്ചോ. പിടിച്ചാ മോശമല്ലേ? ഫോൺ മേളിലൂടെ പിടിച്ചോ. റെസ്റ്റ് എടുക്കട്ടെ. ഇനി അങ്ങോട്ട് ഓടണ്ടേ? ഓടണ്ട. ഫോൺ തിരിച്ചു കൊടുത്തോ? അപ്പൊ ഇത്ര നേരം ഓടിയതോ? സോറി പറഞ്ഞു ഫോൺ കൊടുക്കണോ? ഇന്ന് രാവിലെ എണീറ്റ് പോയാ പോരെ? രാവിലെ ഉച്ചയ്ക്ക് എപ്പോ നല്ല ക്ഷീണം. എന്തിനാണ് മോനെ ഛർദിക്കാൻ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല, അമ്മ പോയിട്ട് വാ. ഒരേ സമയം ഇത്രയും പേര് ചേർന്ന് ഒരാളെ എങ്ങനെ തല്ലൂന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പക്ഷെ ഞാൻ തോറ്റ് പിന്മാറില്ലടേ. ആ വിക്കന്റെ പുറകെ തന്നെ ഞാൻ ഉണ്ടാവും. ഞാൻ ഈ കട്ടിലിൽ നിന്നൊന്ന് എണീറ്റോട്ടെ. ഓ, അതിനി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നീ എത്രയും വേഗം ഒരു വികലാംഗ പെൻഷൻ അപേക്ഷിക്കും. അച്ഛൻ എന്ത് വർത്താനീ പറയുന്നേ? വികലാംഗ പെൻഷനോ? നീ വിധവാ പെൻഷൻ അപേക്ഷിക്കുന്നതിനേക്കാൾ ഭേദമല്ലേടി. മൊത്തം എണ്ണയാന്നല്ലോടാ. കുറച്ച് മസാലയും കൂടെ പെരട്ടിയിരുന്നെങ്കിൽ പൊരിച്ചെടുക്കായിരുന്നു. ഇങ്ങനൊരു മനുഷ്യൻ മരിക്കാൻ കിടക്കണ ചെറുക്കനെ കുറിച്ച് അയ്യോ. അവന്റെ ഫോൺ അൻസാറ് പോയി തട്ടിപ്പറിച്ചെടുത്തിട്ടാ ഈ നമ്പർ സംഘടിപ്പിച്ചത്. ഈ നമ്പർ ഇട്ട് ട്രേസ് ചെയ്യിച്ചായ നമുക്ക് എന്തെങ്കിലും ഒരു ലിങ്ക് കിട്ടും. ആള് കിടുവായി പോയല്ലോ. ദിസ് ഈസ് സ്മാർട്ട് വർക്ക്. പക്ഷേ ഈ നമ്പർ വലിയൊരു ബ്രേക്ക് ത്രൂ ആവുമെന്ന് തോന്നുന്നില്ല. അനുരാധയുടെ അച്ഛനെ ഇല്ലാതാക്കിയ ട്രക്കിനെ ട്രേസ് ചെയ്യാൻ പറ്റും മാക്സിമം. എപ്പോഴും ഇങ്ങനെയുള്ള കൊട്ടേഷൻ വർക്കുകളിൽ 3-4 ഇന്റർമീഡിയറീസ് കാണും. ഈ ചായ മരണപ്പെടുന്നതിന് മുമ്പ് അനുരാധയുടെ അച്ഛൻ
2 സ്ഥലങ്ങളിൽ പോയിരുന്നു. 2 ദിവസം മുമ്പ് പുള്ളിക്ക് ഏറ്റവും വിശ്വാസമുള്ള കോരങ്കുന്ന് ദേവീക്ഷേത്രത്തില്, പിന്നെ തിരുവനന്തപുരത്തും. ആളെത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള കോരങ്കുന്നില് വർഷത്തിൽ ഒരിക്കൽ മാത്രം പോകുന്ന ആള് എന്തിന് പെട്ടെന്ന് അവിടെ പോയി? അപ്പോ ഈ തിരുവനന്തപുരത്ത് പോയ കാര്യം അത്രയ്ക്ക് പ്രാധാന്യമുള്ളതായിരുന്നു. എവിടെയോ ഈ എന്തോ ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് എന്റെ അച്ഛൻ അയച്ച മെസ്സേജ് ഒന്ന് കാണിച്ചേ. ട്രെയിൻ ഇറങ്ങി, ഞാൻ ആളെ കാണാൻ പോകുന്നു. ഭാഗ്യം, ആഞ്ജനേയ സ്വാമി എന്റെ കൂടെ തന്നെയുണ്ട്. ഈ മെസ്സേജിൽ എന്താ കാര്യം? ഒരു കാര്യമില്ല. ഒരു മിനിറ്റ്, എന്റെ അച്ഛനാ.